പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം എന്റെ 12-ാമത്തെ വാക്യം. എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക, പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജ്ഞാനിയിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ തനിക്ക് ദൈവം കൊടുത്ത ആത്മീയ വെളിച്ചത്തിൽ ആത്മാവിൽ നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ ദൈവവചനം ശലോമോന്റെ കാലഘട്ടത്തിലെ പ്രാധാന്യതയും ഈ കാലഘട്ടത്തിലെ പ്രാധാന്യം അനുസരിച്ചാൽ എത്ര യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലുള്ള ജനത്തോട് പറയുന്നത്, എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക, പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അതായത് നമുക്കറിയാം, പുസ്തകം ഉണ്ടാക്കുന്നതിന് ഒരു അവസാനമില്ലാതെ പുസ്തകങ്ങൾ വെറുതെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബൈബിളിനെ സംബന്ധിച്ച് ബൈബിളിനോടനുബന്ധമായ അനവധി പുസ്തകങ്ങൾ വെറും ചവർ പോലെ എഴുതി കൂട്ടുകയാണ്. ദുരുപദേശങ്ങൾ എഴുതി കൂട്ടുകയാണ്, ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുക. ദൈവവചനമായ യാതൊരു അടിസ്ഥാനമില്ലാത്ത അനവധി പുസ്തകങ്ങളാണ് എഴുതി കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശലോമോൻ പറയുന്നത്, പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെയാണ്. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണമാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ നമുക്കറിയാം, പുസ്തകങ്ങൾ ഉണ്ടാക്കി, ഉപദേശങ്ങൾ ഉണ്ടാക്കി, ദുരുപദേശങ്ങൾ ഉണ്ടാക്കി, ദൈവജനമായ യാതൊരു അടിസ്ഥാനമില്ലാത്ത പ്രസംഗങ്ങളും ശുശ്രൂഷകളും ഒക്കെ ചെയ്ത് മനുഷ്യന്റെ മുമ്പിൽ കയ്യടി വാങ്ങി പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കി പണം കൈമുതലാക്കി മാറ്റുന്ന, കീശ വീർപ്പിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ജനമുണ്ട്. അവർ ആഡംബര കാറുകളിൽ, ആഡംബര ഭവനങ്ങളിൽ ജീവിക്കുകയും സുഖലോലുപമായ അനുഭവത്തിൽ കടന്നു പോകണമെങ്കിൽ അനവധി ദുരുപദേശ പുസ്തകങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് പണം ഉണ്ടാക്കണം. ഇതെല്ലാം ക്രിസ്തുവിന്റെ പേര് പറഞ്ഞാണ് ഓർക്കണം. അല്ലേ? അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത്, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. യഥാർത്ഥത്തിൽ ഒരു ആത്മീയ വിശ്വാസി ദൈവവചനം പഠിക്കണം, പഠിക്കുകയും ചെയ്യണം, ദൈവവചനത്തിൽ ഇരിക്കുകയും ചെയ്യണം. ശലോമോൻ ഈ ദൈവവചനം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ അന്ത്യം ആലങ്കാരികമായി വളരെ മനോഹരമായിട്ട് ശലോമോൻ വർണ്ണിച്ചിരിക്കുന്നത് ഈ സഭാപ്രസംഗം 12-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 12-1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ മനുഷ്യന്റെ അന്ത്യം വളരെ ആലങ്കാരികമായി നമുക്ക് വിവരിച്ച് തന്ന ആ വചനത്തെ ശലോമോൻ ആ വചനം ധ്യാനിച്ചു എഴുതിയതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സ്നേഹിതം, നമ്മൾ ആ വചനം ധ്യാനിച്ചു വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതാന്ത്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലേലിയ. അപ്പൊ സഭാപ്രസംഗരുടെ പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുന്നത്, അല്ലേലിയ, കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നിത്യരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെ ആത്മീയതയിലേക്ക് നടത്തണം, പാപത്തിലേക്ക് നയിക്കാതെ ആത്മീയതയിലേക്ക് നയിക്കുന്ന അനവധി ആത്മീയ പുസ്തകങ്ങൾ രചിച്ച അനവധി ദൈവഭക്തന്മാരുണ്ട്. അവരെ നമുക്ക് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. പ്രൈസലോ. എനിക്കറിയാം, അനവധി ഉന്നതരായ ശ്രേഷ്ഠന്മാർ എഴുതിയ അതിശ്രേഷ്ഠമായ, വായിച്ചാൽ വീണ്ടും വായിക്കാൻ തോന്നുന്ന അനവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രൈസലോ. അത് നമ്മളെ ആത്മാവിൽ വളരെ ചൂടുപിടിപ്പിക്കുന്നതാണ്, ആത്മാവിൽ സന്തോഷിപ്പിക്കുന്നതാണ്. എന്നാൽ ചില ആളുകളൊക്കെ എഴുതിയിരിക്കുന്ന ചവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെടുത്ത് എറിയണം നിങ്ങൾ. അല്ലെ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമാണ് എന്നാണ് ഈ ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അല്ലേ? അപ്പൊ അറിവും ജ്ഞാനവും മനുഷ്യന് ആവശ്യമാണ്, അറിവും ജ്ഞാനവും മനുഷ്യന് ആവശ്യമാണ്. എന്നാൽ അനേകർ അധികം പഠിക്കുന്നതിനാലും വേദപുസ്തകത്തിന് വിരോധമായ ചിന്തകളാലും പരിണാമ സിദ്ധാന്ത പ്രകാരം കർത്താവല്ല ലോകത്തെ സൃഷ്ടിച്ചതെന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ സ്വയമേ അല്ലെങ്കിൽ നിരീശ്വരത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
ഒരുപാട് പഠിച്ചതുകൊണ്ടാണ്. ഒരുപാട് പഠിച്ചു കഴിയുമ്പോൾ ചില ആളുകൾ പ്രസംഗിച്ചു തുടങ്ങി, ഈ കാണുന്ന ലോകത്തെ യഹോവയെ ദൈവം സൃഷ്ടിച്ചതല്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതല്ല, ഭൂമിയൊക്കെ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു വന്നത്, മനുഷ്യൻ കുരങ്ങിന്റെ വകപ്പാടും മാറി മാറി വന്നതാണ്. അങ്ങനെ സ്വതമേ ചില ചിന്താഗതികൾ ഉണ്ടാക്കി മനുഷ്യനെ വഴിതെറ്റിക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെ കൊണ്ട് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ തന്നെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും എഴുതിയേക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ചവറ് പോലെ എഴുതി കൂട്ടുന്ന പുസ്തകങ്ങളിൽ ചവറ് പോലെ നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾക്കകത്ത് നിങ്ങൾ വിധേയപ്പെട്ട് നഷ്ടപ്പെട്ടു പോകരുത്. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കണം. നമുക്കറിയാം, വേർപാട്ട് കൂട്ടം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തെ, അല്ലേലിയ, അതിനകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭകളുണ്ട്. പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അപ്പം പരിശുദ്ധാത്മാവിനെ തന്റെ ദാസന്മാരുടെ മേൽ കൂടിയിരുന്ന 100 മേൽ പകർന്ന ഒരാത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ സംസാരിച്ച് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് 11 പേരോട് കൂടെ. അപ്പോൾ 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ ചേർന്ന ആ ദൈവസഭയുടെ ചരിത്രത്തിന് വിരോധമായി ഇന്ന് അനവധി പ്രസ്ഥാനങ്ങൾ, വേർപെട്ട കൂട്ടങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിലർക്ക് പിതാവ് മാത്രമേ ഉള്ളൂ, ചിലർക്ക് പുത്രനില്ല, പരിശുദ്ധാത്മാവില്ല. ചിലർക്ക് പിതാവും പുത്രനുണ്ട്, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കത്തില്ല. ചിലർ രോഗശാന്തി വരെ അംഗീകരിക്കത്തില്ല, ചിലർ അല്ലെങ്കിൽ അന്യഭാഷ അംഗീകരിക്കത്തില്ല. അങ്ങനെ അനവധി ചവർ പോലെയുള്ള പുസ്തകങ്ങൾ എഴുതി കൂട്ടുന്ന അനവധി ദുരുപദേശങ്ങൾ പെന്തക്കോസ്തിനകത്തുണ്ട്. അല്ലേ? ചിലർക്കാണ് രക്ഷയില്ല, സ്നാനമില്ല, മാനസാന്തരമില്ല, കത്രമേശയില്ല, വേർപാടില്ല, വിശുദ്ധിയില്ല. ചിലരാണ് വിവാഹം കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ടൊക്കെ ശലോമോൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് വേദപുസ്തകം നന്നായി വായിച്ച് ധ്യാനിച്ച് സ്തോത്രം ആത്മീയമായിട്ട് വളരണം. അപ്പം എല്ലാ സമുദായത്തിനകത്തും ഇങ്ങനെ കാണാം. ഞാനിതിനകത്ത് എല്ലാ സമുദായ വേർപെട്ട കൂട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ക്രൈസ്തവ കൂട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ക്രൈസ്തവ ലോകത്തിൽ നിന്ന് നടക്കുന്നത് എന്താണ്? അല്ലേലിയ. എല്ലാവർക്കും ഓരോ പുസ്തകങ്ങൾ. ഇപ്പം വേദപുസ്തകം തന്നെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്മാരിൽ കൂടെ നമുക്ക് എഴുതി തന്ന വേദപുസ്തകമുണ്ട്. എന്നാൽ മനുഷ്യൻ എഴുതി കൂട്ടി ഒരുപാട് വേദപുസ്തകമുണ്ട്. മനുഷ്യൻ എഴുതി കൂട്ടി ഒരുപാട് വേദപുസ്തകം പ്രചരിപ്പിച്ച് അതിനകത്ത് ദൈവത്തിന്റെ വചനത്തെ, ദൈവത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ. എന്നെ കേൾക്കുന്ന പരിശ്രമതായി കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചവറ് പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ദുരുപദേശങ്ങൾ വീണു പോകരുത്. അല്ലേലിയ. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരും. അതെ, ഇത് അന്ത്യകാലമാണ്. ദുർഘട സമയങ്ങൾ വന്നു എന്ന് നിങ്ങൾ അറിഞ്ഞ ദുരുപദേശങ്ങൾക്കും ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ജഡികമായ ആലോചനകൾക്കും നിങ്ങൾ വിധേയപ്പെട്ട് അവരുടെ സിദ്ധാന്തങ്ങളിൽ, അവരുടെ പ്രമാണങ്ങളിൽ നിങ്ങൾ വീണു പോകരുത്. അല്ലേലിയ. അപ്പൊ ചെല്ലു പറഞ്ഞ കർത്താവല്ല ഈ ലോകത്തെ സൃഷ്ടിച്ചത്, കർത്താവല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലേലിയ. ഇതെല്ലാം അല്ലെങ്കിൽ തന്നെ ഉണ്ടായതാണ്, സ്വന്തമേ ഉണ്ടായതാണെന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ചിലരുടെ ചിന്തകൾ. അങ്ങനെ പലരും കുഴങ്ങിപ്പോവുകയാണ്. അല്ലേലിയ. അപ്പം ദൈവത്തെ സ്തുതിക്കാത്തതിനാൽ അവരുടെ ഹൃദയം ഇരുൾ വ്യാപരിച്ചു. അങ്ങനെയുള്ളവരെ ദൈവത്തെ സ്തുതിക്കാത്തത് കൊണ്ട്, ദൈവത്തെ അറിയാത്തതുകൊണ്ട് പലരുടെ ഹൃദയം ഇരുൾ വ്യാപരിച്ചു. ദുഷ്ട ചിന്തകളാൽ കുടുങ്ങി കലങ്ങി മറിയുക. ചില ഹൃദയം എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? കലരി സ്തോത്രം. ഈ പെരുമഴയൊക്കെ ചെയ്യുമ്പോൾ, പെരുമഴയൊക്കെ ചുരിഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം കലങ്ങി മറിഞ്ഞ് വന്ന് തോടുകളും പുഴകളും ആറുകളും അരുവികളും ഒക്കെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നത് പോലെ ചിലരുടെ ഹൃദയം ദൈവത്തിന് അകന്നു പോയവരുടെ. അല്ലേലിയ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട്, പാസ്റ്റർ എനിക്ക് അല്പസമയം സംസാരിക്കാനുണ്ട്, പാസ്റ്റർക്ക് സമയമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമുണ്ട്, എനിക്ക് സമയത്തിന്റെ യാതൊരു കുറവില്ല, എപ്പോഴും സമയമുണ്ട്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്നത്, നമുക്ക് ഈ സഭയ്ക്കകത്ത് ഈ മാനസാന്തരം പ്രസംഗിക്കണ്ട, രക്ഷയെക്കുറിച്ച് പറയണ്ട, കത്രമേശ വേണ്ട, സ്നാനം വേണ്ട, അങ്ങനെ വിശുദ്ധി പറപാടുന്നുണ്ട്, അതെല്ലാം ദൈവം നമുക്ക് കുറിച്ച് ചെയ്തു തന്ന, നമ്മൾ വന്നിരുന്ന് ആരാധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ഒരു സഹോദരൻ. അല്ലേറിയ. ഞാൻ ആ സഹോദരനോട് സുവിശേഷം പറഞ്ഞ അദ്ദേഹത്തിന് കേൾക്കാൻ താല്പര്യമില്ല.
അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആരോ എഴുതി വെച്ച ചപ്പും ചവറും അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ അത് വായിച്ചിട്ട് അദ്ദേഹം പറയുക ക്രിസ്തു ഇല്ലെന്ന്. ലേരിയ യേശുവിനെ ക്രിസ്തു ഇല്ല എന്നും ക്രിസ്തു അല്ല എന്നും വിശ്വസിക്കുന്നവൻ ആരാണ്? കള്ളനെന്ന യോഹന്നാന്റെ അല്ലേരിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പം പിന്നീട് ആ സഹോദരനോട് സുവിശേഷം പല പ്രാവശ്യം അദ്ദേഹം അടുക്കത്തില്ല. അദ്ദേഹം ഇന്നിപ്പോ എന്ത് ചെയ്തു? ശക്തമായ വേർപാട് സഭയ്ക്കകത്ത് നിന്ന് ആമേൻ ആത്മാവിൽ സത്യത്തിലും വിശുദ്ധിയിലും ആരാധിക്കുന്ന സഭയ്ക്കകത്തുനിന്ന് പുറത്തുപോയി. ഇപ്പൊ അദ്ദേഹം വേറൊരു പ്രസ്ഥാനത്ത് നിൽക്കുക. ഞാൻ ആ പ്രസ്ഥാനത്തെ അറിയത്തില്ല. അത് യഥാർത്ഥത്തിൽ കൾട്ട് തന്നെ. ആ പ്രസ്ഥാനം ദുരുപദേശമാണ്. അതിൽ ചെന്ന് ചാടിയിരിക്കുക. അദ്ദേഹം അന്ന് തൊട്ട് കുറെ ആളുകളെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പലരോടും പറഞ്ഞു. പക്ഷെ ആരും അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ സഹോദരി മാത്രം വിശ്വസിച്ചു. ആ സഹോദരി ആ കൂട്ടത്തിൽ അങ്ങ് പോയി. എന്നിട്ട് പിന്നെ ആ സഹോദരി എന്നെ ഒന്ന് വിളിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ ആങ്ങളെ പറഞ്ഞത് ശരിയാണോ? ഞാൻ പറഞ്ഞു, ആങ്ങളുടെ കൂടെ പോയാൽ നീ നരകത്തിലാന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ ആ സഹോദരി കൺഫ്യൂഷനായി. അല്ല, ഞാൻ ആങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന അവൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും തോന്നിയില്ല. അതേ ശ്രോതാവേ, യഥാർത്ഥത്തിൽ ഉപദേശത്തെ പഠിക്കണം. പ്രൈസോ. അനവധി ദുരുപദേശകന്മാർ ഇറങ്ങി ദൈവനാമത്തിന് വിരോധമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിങ്ങൾ വീണു പോകരുത്. അല്ലേരിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം അല്ലേരിയ പലരും ദുഷ്ടചിന്തകളെ കുഴങ്ങിക്കൊണ്ടിരിക്കുക. ദൈവം ഇല്ലെന്നാ പലരും പറയുന്നത്. പ്രൈസോ. അതുകൊണ്ടാണ് 53-ാം സങ്കീർത്തനം നമുക്ക് വായിക്കുമ്പോൾ കാണുന്നത്. 53-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താണെന്ന് പറയുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനിൽ ആരുമില്ല. അപ്പം ദൈവമില്ലെന്ന് പറയുന്ന ജാതി ഏതാ? മൂഢന്മാർ. അല്ലേരിയ. അപ്പം മൂഢന്മാരാണ് ദൈവമില്ല എന്ന് പറയുന്നവർ. അല്ലേരിയ. അവർ ഹൃദയത്തിൽ പറയുക. അവർ എന്നിട്ട് വഷളന്മാരായിട്ട് നടന്ന് മ്ലേച്ഛകരമായ നീതികേട് പ്രവർത്തിക്കുക. അവർക്ക് നന്മ ചെയ്യാനേ അറിയില്ല. അല്ലേരിയ. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിനൊക്കെ വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, വേദപുസ്തകത്തിനകത്ത് ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായി നിങ്ങളോട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ദൈവവചനം ശരിയാണോ നോക്കണം. അല്ലേരിയ. അപ്പൊ 53-ാം സങ്കീർത്തനം വായിക്കൽ അതിന്റെ 1, 2, 3, 4 അല്ലേരിയ അതിന്റെ 6 വാക്യങ്ങളൊക്കെ വായിച്ച് 14-ാം സങ്കീർത്തനം കൂടെ ഒന്ന് വായിച്ചു നോക്കണം. 14-ാം സങ്കീർത്തനം. അപ്പം 14-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു. അല്ലേരിയ. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്ന നന്മ ചെയ്യുന്നു. ഈ 2 സ്ഥലത്തും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുക. 14-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യം പറയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പം ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെയും ദൈവമില്ല എന്ന് പറയുന്ന വാദിക്കുന്ന സകല അവിശ്വാസികളെ, ദൈവവചനത്തിന് വിരോധമായി നിൽക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേലിയ. അതിന്റെ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവസഭയ്ക്കകത്താക്കി കർത്താവിന്റെ വചനം, ജീവനുള്ള സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ജനം ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ ചവറുപോൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കെട്ടപ്പെട്ടു പോയെന്ന് ഈ വചനം പറയുമ്പോൾ അല്ലേരിയ 53-ാം സങ്കീർത്തനം 14-ാം സങ്കീർത്തനം ചേർത്ത് വായിക്കുക. അപ്പൊ ഈ സങ്കീർത്തനം 2 നമ്മൾ വായിച്ചാൽ മിക്കവാറും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ദൈവം എന്ന പദം 2 പ്രാവശ്യം, യഹോവ എന്ന പദം 5 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ 53-ാം സങ്കീർത്തനത്തിൽ യഹോവ എന്ന പദം ഉപയോഗിക്കാതെ ദൈവം എന്ന പദം 7 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയും. ലേലിയ. അപ്പൊ 1-ാമത്തെ വാക്യം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ നാസ്തികവാദത്തിന്റെ ഭോഷത്വമാണ്. നാസ്തികവാദത്തിന്റെ ഭോഷത്വം അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുക. നാസ്തികവാദം അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച് അല്ലേലിയ അതിന്റെ സ്വാധീന ശക്തി മനുഷ്യനെ മൂഢനാക്കുന്നു. അപ്പൊ നാസ്തികവാദം ഒക്കെ നമ്മുടെ ഉള്ളിൽ വന്നാൽ, നിരീശ്വരത്വം വന്നു കഴിഞ്ഞാൽ, ദൈവമില്ല എന്നുള്ള ചിന്തകളൊക്കെ വന്നാൽ, ഈ ലോകം എഴുതിക്കൂട്ടുന്ന ചവറുമുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ദുരുപദേശത്തിൽ കൾട്ടിനകത്ത് നമ്മൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അല്ലേരിയ നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലേരിയ അതിന്റെ സ്വാധീന ശക്തി ഉണ്ടാകും. എന്നിട്ട് നമ്മളെ മൂഢനാക്കി കളയും. അതുകൊണ്ട് മൂഢന്മാരാണ് ദൈവമില്ല എന്ന് പറയുന്നത്. മൂഢന്മാരാണ് ദൈവവചനത്തിന് വിരുദ്ധമായി വിവിധ പ്രവർത്തികൾ ചെയ്യുന്നത്.
എന്നിട്ട് വചനം പറയാൻ, മൂഢനായവൻ പണ്ട് ഹൃദയത്തിൽ രഹസ്യമായി പറഞ്ഞ കാര്യം ഇന്ന് ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുക. പണ്ട് മൂഢനായവൻ ഹൃദയത്തിലാ ദൈവമില്ലെന്ന് പറഞ്ഞേ. മൂഢൻ തന്റെ അല്ലൊരു സ്തോത്രം, ദൈവമില്ലെന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ആ കാലഘട്ടത്തിൽ അവർ ഹൃദയത്തിൽ പറഞ്ഞു നടന്ന് ഇന്നത്തെ ബുദ്ധിജീവികളെന്ന് അറിയപ്പെടുന്ന ഒരു കൂട്ടം ഞാൻ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക ദൈവമില്ലെന്ന്. അവരാണ് ഈ സംവാദക്കാര്. അവരാണ് യേശു ദൈവമല്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ ദൈവമക്കളെ വെല്ലുവിളിക്കുന്നവർ. അവരാണ് അല്ലേലിയ അമ്മേലിയ സ്തോത്രം, ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാര് അല്ലേലി. എന്നിട്ട് ദൈവം പറയുന്നത് സ്തോത്രം അല്ലേലിയ ആമേ സ്തോത്രം അല്ലെ, ഇത് വേറെ ഈ മൂഢൻ പിശാചിനേക്കാൾ മോശമാണ് അല്ലേലിയ. ഈ മൂഢൻ എന്ന് പറയുന്ന ആള് പിശാചിനേക്കാൾ വെറും ഹീനമായവനാ, തന്ത്രശാലിയ മൂഢൻ. അവൻ കണ്ടുപിടിക്കുന്നത് പലതും പല വിധത്തിലായിരിക്കും അല്ലേലിയ. എന്നിട്ട് ദൈവത്തിനും പറയുന്നത് സ്തോത്രം അല്ലേലിയ, കാരണം അവൻ മൂഢൻ പിശാചിനേക്കാൾ മോശക്കാരനാണ്. കാരണം പിശാച് ദൈവത്തെ വിശ്വസിക്കുകയും അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനം അല്ലൊരു 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. സ്തോത്രം അല്ലേലിയ. അപ്പൊ യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിച്ചാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമെന്ന് ഗ്രഹിക്കണം. അല്ലേലിയ സ്തോത്രം. അപ്പം ദൈവമുണ്ടെന്ന് പിശാചുക്കൾ പോലും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരൊക്കെ, നാസ്തികവാദക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? അവർ അത് പരസ്യമായി പ്രസ്താവിച്ചുകൊണ്ട് അവർ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നു. അവരാണ് പിശാചിനേക്കാൾ മോശക്കാരെന്ന് പറഞ്ഞത്. അല്ലേലിയ രക്തം ചെയ്യും. അപ്പം നമ്മൾ ദൈവത്തിന് വചനം വായിച്ച, അപ്പം പിശാചുക്കൾ കർത്താവ് ഉണ്ട് എന്ന്, ഒരു ദണ്ഡനസ്ഥലം ഉണ്ടെന്നും വിശ്വസിക്കുന്നു. പിശാച് ദൈവമുണ്ടെന്നും മനുഷ്യന് മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ദണ്ഡനസ്ഥലമുണ്ടെന്നും പിശാചുക്കൾ അറിയുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ വേദപുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിട്ട് ഇത് മനസ്സിലാകാത്ത ഒരു കൂട്ടം ജനം നമ്മുടെ ഇടയിൽ പാർക്കുന്നുണ്ട്, ദൈവസഭയ്ക്കകത്തുമുണ്ട്. അല്ലേലിയ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ഈ സാദൃശ്യവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനുഷ്യന് വീണ്ടും അറിവുകൾ നൽകുന്ന പുസ്തകമാണ്. വല്ലപ്പോഴും അതൊക്കെ ഒന്ന് വായിക്കണം. അല്ലേലിയ. ശലോമോൻ പറഞ്ഞ ദൈവവചനം എന്താണ്? സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടാണ് പിന്നീട് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്നുള്ള സതുപദേശം നമുക്ക് നൽകുന്നത്. അല്ലേലുയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത്, നിങ്ങൾ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകരുത്, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. അവൻ വളരെ സൂത്രം ചെയ്യുന്നവനാണ്, സൂത്രങ്ങൾ പണിയുന്നവനാണ്, ഏത് മനുഷ്യനും വഴിതെറ്റിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നവരാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിന് അവിശ്വാസം കൊണ്ട് കൊടുക്കും, സംശയം കൊണ്ട് കൊടുക്കും. അല്ലേരിയ. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് മനുഷ്യനെ അവിശ്വസിക്കുന്ന നിലയിൽ, അവിശ്വാസം ഉണ്ടാകുന്ന നിലയിൽ ദൈവം വചനത്തിൽ നിന്ന് അവർ പലതും തട്ടിയെടുത്ത് അല്ലെങ്കിൽ അതിനെ തെറ്റായ രീതി വ്യാഖ്യാനിച്ച് മനുഷ്യ ഹൃദയത്തിൽ അവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന അനവധി ദുരുപദേശ അല്ലെങ്കിൽ ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരിക്കൽ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്ത് ആ സത്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് നിങ്ങൾ ഈ ലോകത്തിൽ ചവറ് പോലെ എഴുതിക്കൂട്ടുന്ന പുസ്തകങ്ങൾക്കകത്തും ദുരുപദേശങ്ങൾക്കകത്തും നിങ്ങൾ വീണു പോകരുത്. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ചതാണ്. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ച നിങ്ങളെ കർത്താവ് വിളിച്ച് നിങ്ങളെ ദൈവസഭയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ട്, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട്, ദൈവിക നന്മ പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുള്ളവനായി, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടെ നിങ്ങൾ ജീവിക്കണം. ഈശ്വരം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, ലോകം എന്തു പറഞ്ഞാലും, ലോകക്കാരെന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പുസ്തകങ്ങൾ ചവറുപോലെ എഴുതി കൂട്ടിയാലും, അല്ലെങ്കിൽ ദൈവമില്ല എന്ന നാസ്തികവാദികളും മൂഢന്മാരൊക്കെ ഹൃദയത്തിൽ പറഞ്ഞ് അത് ഇന്നത്തെ ലോകം പ്രചരിപ്പിച്ച് നടന്നാലും,
ഈ കാണുന്ന ലോകത്തെ AD എന്നും BC എന്നും ചരിത്രം രണ്ടായിട്ട് തിരിച്ചു പഠിപ്പിക്കും. ക്രിസ്തുവിന് മുമ്പ് പിമ്പ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നെന്നുള്ളത്, പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിൽ കയച്ചുവെന്നും യേശു 33 തിരുവയസ്സോടെ ജീവിച്ച് 30-ാമത്തെ വയസ്സ് യോഹന്നാൻ സ്നാപകനെ സ്നാനമേറ്റ് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നൊന്നും പരീക്ഷകൻ അടുത്ത് വന്ന് യേശുവിനെ പരീക്ഷിച്ചു. ആ പരീക്ഷകളെല്ലാം യേശു ജയിച്ച് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി, കുരുടനെ കാഴ്ച കൊടുത്ത്, ചെകിടനെ കേൾക്കുമാറാക്കി, മുടന്തനെ നടത്തുമാക്കുന്ന, പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച, കുളക്കരയിൽ കിടന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ തള്ളിക്കളയുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അത് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ തട്ടിക്കളയുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ജനം അവർ എഴുന്നേൽക്കുന്നു. അവരെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ യേശു സത്യം തന്നെയാണ്. പ്രൈസ്ലേഹിത, യോഹന്നാന്റെ സുവിശേഷം 14-6 നിങ്ങൾ വായിച്ചു നോക്കട്ടെ. യേശു പറയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ഈ വചനത്തിന് വിരുദ്ധമായിട്ട് ആർക്കും ഒന്നും പ്രചരിപ്പിക്കാൻ കഴിയില്ല. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു കർത്താവ് ജീവനുള്ള ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആദ്യഫലം യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ, തന്റെ സഭയ്ക്ക് വേണ്ടി, തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥയിക്കുന്നു. വിശ്വസിക്കുന്നവരെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമെന്ന് വാഗ്ദത്തം ചെയ്തതും യേശു കർത്താവാണ്. യേശുവിന്റെ നാമത്തെ നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു നിനക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി വന്നു. നീ വിശ്വസിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്, എന്റെ പാപങ്ങൾക്ക് ശുദ്ധീകരണം നൽകി, നിന്നെ വിശുദ്ധിയിലേക്ക് നടത്തി, നിത്യജീവനെ നൽകി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പർദീസ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നതും കഷ്ടം സഹിച്ചതുമെന്ന് നീ വിശ്വസിക്കുമ്പോഴാണ് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം ഉണ്ടാകുന്നത്. രക്തം ചെയ്യും. അപ്പം ദൈവമില്ല എന്ന് മൂഢന്മാർ പല വിധത്തിലും പറഞ്ഞ് അവതരിപ്പിച്ച് നിന്റെ ഹൃദയത്തെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ അതിൽ വീണു പോകരുത്. സ്തോത്രം, പ്രൈസലോ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് കോതമംഗലത്തു നിന്ന് ഒരു സഹോദരിനെ വിളിച്ചിട്ട് കുറെ നേരം അവരുടെ സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ പറഞ്ഞു. അല്ലേ? അപ്പൊ ഞാനത് കേട്ട് അവരുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പല പ്രാവശ്യം. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും സഹോദരി പറയാം, ഞാനൊരു സഭയിൽ ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ സഭയെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അവരെന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഞാൻ ചില വേദപുസ്തകത്തെ വചനങ്ങളൊക്കെ പറഞ്ഞപ്പം അയ്യോ അതൊന്നും വായിക്കരുതെന്നാ ഞങ്ങളുടെ സഭയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ലേഖനങ്ങളൊന്നും വായിക്കരുതെന്ന്. അപ്പൊ യോഹന്നാന്റെ ലേഖനങ്ങൾ വായിച്ച ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെയും ദുരുപദേശന്മാരെയും ചവർ പോലെ പുസ്തകങ്ങൾ എഴുതി കൂട്ടുന്നവരെയൊക്കെ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അതൊക്കെ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട്. ചെല്ലു പറഞ്ഞ് നിങ്ങൾ അതൊന്നും വായിക്കുന്നത് പറയും. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 66 പുസ്തകങ്ങളുണ്ട്. ഈ 66 പുസ്തകങ്ങളും വായിക്കണം. സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ 66 പുസ്തകം കേട്ടോ. കാനൂരികമായി അംഗീകരിച്ചതും ആദിമസഭ അംഗീകരിച്ച അപ്പോസ്തലന്മാർ അംഗീകരിച്ചതുമായിരിക്കുന്ന 66 പുസ്തകങ്ങൾ അംഗീകരിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്തെ എല്ലാ വചനങ്ങളും നമുക്ക് ആത്മീയ അഭിവൃദ്ധി വരുത്തുന്നതാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പരാജയങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ, നിന്റെ ജീവിതത്തിലെ ഉഴച്ചകൾ ഒക്കെ നീ തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിലും ദുരുപദേശങ്ങൾക്കകത്ത് വീണുപോകാതെ മടങ്ങി വരണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. സുവിശേഷത്തിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. പാപങ്ങൾ ഏറ്റുപറയണം. ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിക്കണം. ദൈവ വചനം അനുസരിക്കണം. വിശുദ്ധിയിലും വേർപാടിലും നീ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു ഉറപ്പായ സമർപ്പണ ജീവിതം നീ എടുത്തു കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളെല്ലാം മാറാൻ തുടങ്ങും. നിന്റെ ബന്ധനങ്ങളെല്ലാം അഴിയാൻ തുടങ്ങും. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവിശ്വാസം നിന്റെ ഉള്ളിൽ നിന്ന് നീ പുറത്ത് കളയണം. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ നീ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കണം. യേശു
സത്യം തന്നെ, വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു, ഈ കാണുന്ന ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച് അടക്കി ഭരിക്കുന്ന സർവജ്ഞാനിയായവൻ, വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ, ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ തന്നവൻ, ആ യേശുവിനെ നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മാറും. പ്രൈസലോ. അപ്പം പലരും പലതും പറഞ്ഞ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ കേട്ട് അതിനകത്ത് കുഴങ്ങിപ്പോകരുതെന്നാണ് ദൈവവചനത്തിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് ആത്മാവും സത്യവുമായിരിക്കുന്ന വചനത്തെ നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ വചനം പറയുന്നത്, അല്ലൊരു സ്തോത്രം, അല്ലെ, പലരും പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാതെ കടന്നു പോകുന്നു. തങ്ങളുടെ സ്വന്തം ബുദ്ധിയാൽ സൃഷ്ടികർത്താവിന്റെ വിചാരങ്ങളെ കുറിച്ച് അറിയുവാൻ ശ്രമിക്കുന്നു. അല്ലൊരിയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:9 വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബുദ്ധിയും അറിവും വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമല്ല, പല പല സാഹചര്യങ്ങളിൽ നിന്നും, സ്നേഹിതന്മാരിൽ നിന്നും, സ്വഭാവങ്ങളിൽ നിന്നും ഉളവാകുന്നു. ആകയാൽ പല സന്ദർഭങ്ങളിൽ അവന്റെ ഹൃദയം കലങ്ങുന്നു. മനുഷ്യന് അറിവ് കിട്ടുന്നത് അല്ലൊരു സ്തോത്രം പഠിപ്പിലൂടെ മാത്രമല്ല. അല്ലേലിയ സ്തോത്രം. അല്ലേലിയ. പല സാഹചര്യങ്ങളുടെ, സ്നേഹിതന്മാരുടെ സ്വഭാവങ്ങളുടെ പലരുമായി ഇടപെടുമ്പോൾ, പല രാഷ്ട്രങ്ങൾ, പല സംസ്കാരമുള്ളവരുമായി സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ വിവിധമായ അറിവുകൾ കിട്ടുന്നു. അങ്ങനെ ആ അറിവ് നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ അറിവ് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകരുത്. അല്ലേലിയ. ദൈവമില്ല എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ മനുഷ്യനെ വിട്ടു മാറിയേക്കണം. അല്ലേലിയ. ചില ആളുകൾ എനിക്ക് ചെന്ന് അവർ കർത്താവായ യേശുക്രിസ്തു ഇല്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ട് പല വാദങ്ങളും കൊണ്ടുവരും. എന്നെ കേൾക്കുന്നവരെ അവരവിടെ ഒന്ന് വാദിച്ചോട്ടെ, നീ അവരോട് വാദിക്കാൻ നിൽക്കണ്ട, എൻ്റെ ഒരു അഭിപ്രായം. അല്ലേലിയ. കാരണം അവരങ്ങനെ പറയുള്ളൂ. അവരെ കുറിച്ച് പറയുന്ന മൂടൻ എന്നാൽ പിശാചിനേക്കാൾ വെറും മോശമായി ചിന്തിക്കുന്നവരാ അവര്. അല്ലേലിയ. പിശാച് ദൈവം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടെന്നും കേൾക്കും, വിറക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർക്ക് ഒരു കൂസലുമില്ല. അപ്പം പിശാചിനേക്കാൾ മോശക്കാരല്ലേ അവര്? അത് തന്നെ. അല്ലേലിയ. ഇവിടെ വചനം പറയുന്നത്, അല്ലേലിയ, ഉദാഹരണം, ഒരു വ്യാപാരി തന്റെ അടുക്കലുള്ള ചരക്കുകളുടെ വില പെട്ടെന്ന് കുറഞ്ഞുവെന്നറിയുമ്പോൾ മാമിലലിയ സ്തോത്രം അല്ലേലിയ ആമിലലിയ നഷ്ടത്തെ കരുതി അദ്ദേഹം വളരെ വിഷമിക്കും. എത്രമാത്രം ചിന്തിക്കുന്നുവോ അത്രമാത്രം അദ്ദേഹത്തിന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? ആമിൽ കലങ്ങുവാൻ തുടങ്ങും. അല്ലേലിയ. അപ്പം പെട്ടെന്ന് ബിസിനസ് വിലയിടിയുന്നു, ബിസിനസ്സിനകത്ത് വിലക്കുറവ്. വ്യാപാരം ചെയ്തുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾ വിലയിടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വലിയ വില കൊടുത്ത് വാങ്ങി വെച്ചിരുന്ന ആ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുമ്പോൾ വ്യാപാരിയുടെ മനസ്സിനകത്ത് പലവിധമായ ചിന്തകളും വിചാരങ്ങളും വന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം കലങ്ങിപ്പോകുന്നു. അല്ലേലിയ. അദ്ദേഹത്തിന്റെ ഹൃദയം കലങ്ങിപ്പോകുന്നു. അദ്ദേഹം വളരെ മാനസികമായി തളരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് അവിശ്വാസങ്ങൾ ഉടലെടുക്കുന്നു. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ ഈ ഇല്ലിക്കൂട്ടമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, മുളംകൂട്ടം. ഒരു മുളയുടെ അല്ലേലിയ തൈ എവിടെങ്കിലും ഒന്ന് കിളുത്താൽ, മുളച്ചു പൊങ്ങിയാൽ പിന്നെ നാളുകൾ കഴിയുമ്പോഴത്തേനും ആ പ്രദേശം മുഴുവൻ മുളക്കൂട്ടമായി മാറും. ആ മുളക്കൂട്ടം വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഏകദേശം 40 വർഷം അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കും. അതിന്റെ ചുറ്റുവട്ടത്തൊന്നും ചെയ്യാൻ പറ്റില്ല. വേരുകൾ ഒരു തൂമ്പ കൊണ്ടോ ഒരു പിക്കാസ് കൊണ്ടോ ഒരു കുന്താലി കൊണ്ടോ കുത്തുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അതിന്റെ വേര് പടർന്നു പിടിക്കും. എന്ന് പറഞ്ഞവരാണ് മനുഷ്യന്റെ ചിന്തകൾ തെറ്റായ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സിനകത്ത്, ഹൃദയത്തിൽ അനവധി ദുഷ്ടവേരുകൾ കിളുക്കാൻ തുടങ്ങും. അല്ലേ? അപ്പൊ ഈ ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരുടെ ഹൃദയത്തിലും അനവധി ദുഷ്ടവേരുകൾ കിളുക്കുവാൻ തുടങ്ങി. അല്ലേലിയ. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുവാൻ അവർക്ക് അറിയില്ല. അല്ലേലിയ. എന്ന് പറഞ്ഞ ഈ ബിസിനസ്സുകാരന്റെ ഹൃദയം അതുപോലെ തന്നെ കുഴങ്ങുന്നു. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത്? സ്തോത്രം. അല്ലേലിയ. നാം കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിൽ ആശ്രയിച്ചാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഫിലിപ്പി ലേഖനം 4:7 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പം ജീവിതം തകർന്നു പോകുന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കും ഫിലിപ്പി സഭയ്ക്ക് ലേഖനം എഴുതി കൊടുക്കുമ്പോൾ പൗലോസ് പറയാം, ഫിലിപ്പി ലേഖനം 4:7 അല്ലേലൂയ, എന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പൊ സകല ബുദ്ധിയും കവിയുന്ന
ദൈവിക സമാധാനം. ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞൊരു ദിവസം ആ ഭാഗം പറഞ്ഞതുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് കടന്ന വാക്യം മാത്രം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസങ്ങൾ കടന്നു വരുമ്പോൾ, പരാജയങ്ങൾ കടന്നു വരുമ്പോൾ, അനവധി ദുഷ്ട വേരുകൾ മുളയ്ക്കുമ്പോൾ, അനവധി ആളുകളുടെ ഉപദേശങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ ചിന്തകൾ കൊണ്ടിടുമ്പോൾ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിനെ കാത്തു സൂക്ഷിക്കും. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദുരുപദേശത്തിനകത്ത് നീ പെട്ടുപോകരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ കാഹളം ധ്വനിക്കുവാൻ ഈ സമയമായിരിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ പിശാചൊരുക്കുന്ന പദ്ധതികളെ നീ തിരിച്ചറിയണം. കാലം എന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നിങ്ങൾ രൂപാന്തരപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആമേൻ അവിശ്വാസം വരരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവിശ്വാസം വരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 14:22 തോന്നുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും എന്നും പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അനേക കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകും. അനേക കഷ്ടങ്ങളുടെ കടന്നുപോയെങ്കിലേ വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ശലോമോൻ പറയുന്നത് ഹല്ലേലൂയ എന്താണ്? അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൽ നിന്ന് അധികം കേട്ട് പഠിച്ച് നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നിങ്ങൾ പഠിക്കണം. ഹല്ലേലൂയ. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ നീ നല്ല അംശമായിരിക്കുന്ന കർത്താവിനെ തെരഞ്ഞെടുത്താൽ ദൈവപാദപീഠത്തിലിരുന്ന് ദൈവവചനം നീ അഭ്യസിക്കുകയാണെങ്കിൽ, ദൈവവചനം ധ്യാനിക്കുകയാണെങ്കിൽ, ദൈവവചനത്തിൽ നീ നിറയുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് ചിന്തകൾക്കെല്ലാം മാറ്റം വന്ന് നിന്നെ ആത്മാവിൽ ദൈവം നടത്തുവാൻ തുടങ്ങും. ദൈവം ചെയ്യും. അല്ലേലും എന്ന് പറഞ്ഞാൽ ഹാനോക്ക് അല്ലെങ്കിൽ 65 വയസ്സായപ്പോൾ മെഥൂശലഹിനെ ജനിപ്പിച്ച് അതിനുശേഷം 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ഈ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ഹാനോക്ക് പിന്നെയും പുത്രന്മാരും ജനിപ്പിച്ചു എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 5:21 തൊട്ട് 21 താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേരിയ. അപ്പം ദൈവത്തോട് കൂടെ നടന്ന അല്ലേരിയ ഹാനോക്കിനെ പോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നിനക്ക് ലഭിച്ചിരിക്കുന്ന നിന്റെ ആയുസ് എത്രയെന്ന് നിനക്ക് വിധിക്കാൻ, എനിക്ക് പറയാൻ, മറ്റൊരാൾക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. ദൈവം ഒരു മനുഷ്യന്റെ ആയുസ് തന്നിരിക്കുന്ന ദൈവം നിശ്ചയിച്ച സമയത്ത് അത് എടുക്കും. അതുവരെ ഹാനോക്കിനെ പോലെ ദൈവം കർത്താവിനോട് ചേർന്ന് നടക്കണം. ദുരുപദേശങ്ങൾക്കകത്ത് വീട് പോകരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളും കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ നടുവിൽ നീ പതറിപ്പോകാതെ, ഹല്ലേലൂയ കലങ്ങിയ വെള്ളം പോലെ നിന്റെ ഹൃദയം ആയിത്തീരാതെ, നിന്റെ ഹൃദയത്തിനകത്ത് അനവധി ദുഷ്ട വേരുകൾ മുളച്ച് നീ ദൈവവചനത്തിന് പുറത്തു പോകാതെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറച്ചു നിന്ന് കർത്താവിന്റെ വരവിനു വേണ്ടി ഒരുക്കത്തോടെ നിൽക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ രാജാവ് മഹാക്ഷാമത്തെ കുറിച്ച് ഒരു അറിവ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന്റെ ഹൃദയം കലങ്ങി. 2 രാജാക്കന്മാരുടെ പുസ്തകം 6:25 തൊട്ട് 30 വരെ വാക്യങ്ങൾ വായിച്ചാൽ അവിടുത്തെ ഒരു ക്ഷാമത്തെ കുറിച്ച് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. എന്നാൽ ഏലിശ പ്രവാചകൻ അവൻ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നാൽ രാജാവിനെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഒരു മഹാസൈന്യത്തെ ഹല്ലേലൂയ ആരവാരം ശത്രുക്കളെ കേൾപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ സൈന്യങ്ങളെല്ലാം വിട്ടോടിപ്പോയി. അവർ കൊണ്ടുവന്ന മുതലുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? അവർ ജീവരക്ഷം പ്രാണരക്ഷാർത്ഥം ഓടിയെന്ന് അല്ലെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 7:6 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ഉപേക്ഷിച്ചു പോയ സാധനങ്ങളെല്ലാം ശബരിയിലുണ്ടായിരുന്ന ജനം എടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? ആ ശബരി ക്ഷാമം മാറി അവരത് ചെറിയ വിലയ്ക്ക് വിറ്റു എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന, ആകയാൽ അവർ തങ്ങളുടെ വസ്തുക്കൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. കർത്താവ് ചെയ്ത അത്ഭുതത്താൽ ഒറ്റ ദിവസം കൊണ്ട് ക്ഷാമത്തിൽ നിന്നും ശബരി വിമുക്തമാക്കപ്പെട്ടു.
അല്ലേരി എന്നെ കേൾക്കുന്ന പ്രിയ, ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ചെയ്യും. പ്രവാചകൻ എലീശയുടെ വാക്കുകൾക്ക് എത്രമാത്രം ഗാംഭീര്യം ഉണ്ടായിരുന്നു, എത്രമാത്രം അതിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു, അതിനകത്ത് ദൈവശക്തി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേലുയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, തളർന്നു പോകാൻ, തകർന്നു പോകാൻ നീ ഒരിക്കലും ഇടയാകരുത്. നമ്മുടെ അറിവ് കൊണ്ടുണ്ടാകുന്ന കലക്കങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് അറിവുണ്ട്, മനുഷ്യർക്കെല്ലാം ഒരുപാട് അറിവ്. ആ അറിവ് കൊണ്ട് ഒരുപാട് കലക്കം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ദുർവാർത്തകളാൽ ഒരുപാട് കലക്കങ്ങൾ കടന്നു വരും. ദുർവർത്തമാനങ്ങൾ ഒരുപാട് കലക്കങ്ങൾ കടന്നു വരും. നിന്റെ ജീവിതത്തിന്റെ അവിശ്വാസം കൊണ്ട് ഒരുപാട് പരാജയങ്ങൾ നിനക്ക് കടന്നു വരാം. ആമേൻ. നിന്നെ നയിക്കുന്നവരും നടത്തുന്നവരും നിന്നോടുകൂടെ ഇടപെടുന്നവരും മുഖാന്തരം നിന്റെ ഉള്ളിൽ ഒരുപാട് അവിശ്വസത കൊണ്ട് തന്നിട്ട് അല്ലേലിയ നിന്റെ ഹൃദയത്തിനകത്ത് കലക്കം കൊണ്ടുവരും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിന്റെ ഹൃദയത്തെ കലക്കിക്കളയുന്ന തൊട്ടന്റെ താന്ത്രങ്ങളെ നീ മനസ്സിലാക്കിയിട്ട് അല്ലേലിയ വിശ്വാസത്താൽ നീ മുന്നേറണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തെ നീ പണിതുയർത്തണം. രക്തം ചെയ്യണം. അല്ലേലിയ. എന്തുകൊണ്ട് കുടുംബം ഉയരുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കുടുംബം മാനിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് തലമുറയ്ക്ക് ഒരു മാറ്റമില്ല? തലമുറയ്ക്ക് നല്ല ഭാവി കിട്ടുന്നില്ല? എന്തുകൊണ്ട് നിന്റെ കുടുംബത്തിന് ഉയർച്ച വരുന്ന കുടുംബത്തിൽ സമാധാനം കാണുന്നില്ല? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബം എന്നും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നീ തിരിച്ചറിയേണ്ടതിന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ബുദ്ധി ഉപദേശിക്കുമ്പോൾ അല്ലേലിയ ഇനിയെങ്കിലും എന്നെ കേൾക്കുന്ന പ്രശ്നങ്ങൾ ദുരുപദേശങ്ങൾ വിട്ട് ദൈവമില്ലാതെ പറഞ്ഞ മൂടന്മാരെ നിങ്ങൾ വിട്ടിട്ട് ആമേൻ കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്നിരുന്ന നിങ്ങൾ ദൈവത്തിന് അഭിഷേകം വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയോടൊപ്പം നീ പങ്കാളിയായി മാറുന്നെങ്കിൽ നിന്റെ സകല പരാജയങ്ങളെ ദൈവം നീക്കി തരും. രക്തം ചെയ്യാം. അല്ലേലിയ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവാൻ അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് നമ്മൾ സംഗീതം 136 വായിക്കുന്നുണ്ട്. അത് നമ്മുടെ താഴ്ച നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ താഴ്ച നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിത സാഹചര്യം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പരാജയങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശാരീരിക ബലഹീനത അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മക്കളെ കുറിച്ചാണ് ദൈവമുണ്ട്. അവരുടെ ഭാവിയെ കുറിച്ചാണ് ദൈവമുണ്ട്. നിന്റെ ബിസിനസ്സെ കുറിച്ച്, നിന്റെ ജോലിയെ കുറിച്ച്, നിന്റെ കാർഷിക മേഖലയെ കുറിച്ച്, നിന്റെ ക്ഷീരമേഖലയെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം എല്ലാം അറിയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്റെ അവസ്ഥകളെ മാറ്റിത്തരാൻ യേശുവിന് കഴിയും. അല്ലേലിയ. അപ്പൊ നിന്നെ ദുരുപദേശത്തിനകത്ത് ആരും ചാടിക്കരുന്ന ഞാൻ ഈ പറയുന്നത്. അല്ലേലിയ. ദുരുപദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതാ. രക്തം ചെയ്യും. അപ്പൊ ഈ ഒന്നാം ദൈവത്തിന്റെ പദത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അറിവ് കൊണ്ടുണ്ടാകുന്ന അല്ലെ കലക്കം, ദുർവാർത്തകൾ കൊണ്ടും ദുർവിചാരങ്ങൾ കൊണ്ടും അവിശ്വാസം കൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കലക്കം ഉണ്ടാകാം. എന്നാൽ ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും അല്ലെങ്കിൽ നിലവുകളെയും ക്രിസ്തുയേശുവിന്റെ കാക്കും. ദൈവിക സമാധാനമുണ്ടോ നിന്റെ ജീവിതത്തിൽ? നിനക്ക് നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ ദൈവസമാധാനം നിന്റെ ജീവിതത്തിലുണ്ടോ? നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയും. ദൈവിക സമാധാനം നിന്റെ ജീവിതത്തിലുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ കഴിയും. അല്ലേലൂയ. ശാരീരികമായ ബലഹീനയുടെ നടുവിൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് പറയുന്നത് അതിന്റെ നടുവിലും ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ രക്തം ചെയ്യും. നീ അറിയാതെ പോലും നിന്റെ ശരീരത്തിന്റെ രോഗങ്ങളിൽ നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. രക്തം ചെയ്യും. അപ്പൊ ഏത് പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നത് ദൈവികമായ സമാധാനമാണ്, ദൈവസമാധാനത്താലാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നിങ്ങളുടെ അറിവും ജ്ഞാനവും കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. അറിവ് ഞാനും എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. സകല ജ്ഞാനത്തിലും മികച്ച ജ്ഞാനം വേദപുസ്തക ജ്ഞാനമാണ്. സകല ജ്ഞാനത്തിലും മികച്ച ജ്ഞാനം വേദപുസ്തക ജ്ഞാനമാണ്. ഏതോ വായിക്കുന്നുവെന്ന വിചാരത്താൽ വേദപുസ്തകം വായിക്കാതെ പ്രാർത്ഥനയോടെ വായിക്കണം. വേദപുസ്തകം വായിക്കുന്നത് ഏതോ ഒരു പുസ്തകം വായിക്കുന്നു. നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങളും വീക്കിലികളും ഒക്കെ വായിക്കാറുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്ന പോലെ വായിക്കാതെ ദൈവികമായ ധ്യാനത്തോടെ, ദൈവികമായ വിശുദ്ധിയോടെ, ദൈവികമായ ധ്യാനത്തോടെ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകത്തിലുള്ള ആഴമേറിയ രഹസ്യങ്ങളും വെളിപ്പാടുകളും ദർശനങ്ങളും വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ.
അങ്ങനെ ആഴമേറിയ രഹസ്യങ്ങളും സത്യങ്ങളും വെളിപ്പാടുകളും വാഗ്ദത്തങ്ങളും എല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ പ്രകടമാകും. നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടും. നീ എവിടെയെല്ലാം പരാജയപ്പെട്ടോ, എവിടെയെല്ലാം നിന്ദിക്കപ്പെട്ടോ, എവിടെയെല്ലാം അപമാനിക്കപ്പെട്ടോ, ഹല്ലേലൂയ, എവിടെയെല്ലാം നീ താഴ്ന്നു പോയി അവിടെയെല്ലാം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ഈ വചനത്തിന് കഴിയും. രക്തം ചെയ്യും. അതുകൊണ്ട് ദൈവവചനത്താൽ അറിവിൽ നീ വളരണം. ഹല്ലേലൂയ, വചനത്തിലൂടെ വളരണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ ശ്രേഷ്ഠന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ശ്രേഷ്ഠന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 1 സംഗീതം 2 വാക്യമൊക്കെ വായിക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, എന്താണ് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് കാലത്ത് ഫലങ്ങളായി ഇലവാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവവചനത്തിൽ സന്തോഷിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. അതിനെ രാപ്പകൽ നീ വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അപ്പോൾ ദൈവം നിന്റെ കാഴ്ചയുടെ വെളിപ്പാട് ദർശനങ്ങൾ തരാൻ തുടങ്ങും. ദൈവം നിന്നോട് സംസാരിക്കും. നിന്റെ ആകുലതകൾ മാറും, നിന്റെ വിചാരങ്ങൾ മാറും, നിന്റെ അവിശ്വാസങ്ങൾ മാറും, നിന്റെ കണ്ണുനീര് ദൈവം തുടക്കും കേട്ടോ. നിന്റെ ശാപങ്ങൾ മാറും, നിന്റെ കുടുംബം അനുഗ്രഹിക്കും, ബന്ധനങ്ങൾ അഴിയും. ഏത് മഹാവ്യാധിയിലൂടെയാണ് നീ കടന്നു പോകുന്നത്, അതിൽ നിനക്കൊരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിശ്വസിക്കുന്നെങ്കിൽ ജയം നിന്നോട് കൂടെയാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് നടന്ന് അന്ന് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പിന്നത്തേതിൽ അവരുടെ ബുദ്ധിയെ തുറന്നപ്പോൾ ഒരു പറയാം, അവൻ വഴിയിൽ വെച്ച് നമ്മോട് വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? അതേ സ്നേഹിത, നീ ദൈവവചനം പ്രാർത്ഥനയോടെ ദൈവസം ധ്യാനിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം വെളിപ്പാടുകൾ തരും. ആത്മാവിൽ നിന്റെ ഹൃദയം കത്തുവാൻ തുടങ്ങും. ആത്മാവിൽ നീ ഉണരുവാൻ തുടങ്ങും. നിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവം നിറയ്ക്കും, അഭിഷേകത്തെ നിറയ്ക്കും, അന്യഭാഷയിൽ നിറയ്ക്കും, കൃപാവരങ്ങളെ നിന്നെ നിറയ്ക്കും. ആത്മാവിന്റെ ഫലങ്ങളാലും വരങ്ങളാലും ദൈവം നിന്നെ നിറയ്ക്കും. നിന്നെ ശ്രേഷ്ഠനാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് ഞാൻ വായിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? സഭാപ്രസംഗ പുസ്തകം 12 അധ്യായം 12 വാക്യം. എന്നാൽ എന്റെ മകനെ, പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്ന ശരീരത്തിന് ക്ഷീണം തന്നെ. അതുകൊണ്ട് ചവറ് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് നീ നിരാശപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, അധികം പഠിച്ച് നിന്റെ ശരീരത്തിന് ക്ഷീണമായി മാറാതെ ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിച്ച് നീ ആത്മാവിൽ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ അടച്ചാട്ടെ. ആരെങ്കിലും വേദനയിൽ, സങ്കടത്താൽ, ദുഃഖത്താൽ, കണ്ണുനീരിൽ, ദുരുപദേശങ്ങൾ, സാത്താനി ആരാധന, സാത്താനി ബന്ധങ്ങൾ, സാത്താന്റെ ഉപദേശം, ദുഷ്ടന്മാരുടെ ആളുകളിൽ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ ഇത് നീ പുറത്തു പോകുന്ന യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. നിന്റെ സകല ഭാരങ്ങളും മാറും, നിന്റെ സകല ദുഃഖങ്ങളും മാറും. ആമേൻ. ദൈവം നിന്നെ മാനിക തന്നെ ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, കുടിയിട്ട് കൊട്ടാരത്തിന് പാർക്കുന്ന എല്ലാവരും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 29 സംസ്ഥാന കേന്ദ്രങ്ങളായി 6,00,000 ഗ്രാമങ്ങളിൽ കർത്താവ് 140 കോടിയിലധികം വരുന്ന ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, കേരളത്തിന് 14 ജില്ലകളിലായി കർത്താവ് സ്തോത്രം 3 കോടി ജനങ്ങൾ, തലമുറകൾ അന്യസ്ഥാന തൊഴിലാളികൾ 7 ഭൂഖണ്ഡങ്ങളിലായി കർത്താവ് 200 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണം, മേധാവിൽ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവർ, കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, BSF, CRP, കർത്താവിന്റെ ക്രമസമാധാന പാലയ, നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്രയും വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ, അത് വിൽപ്പന ചെയ്യുന്നവർക്കായി, സെയിൽസ് ചെയ്യുന്നവർക്കായി, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കർത്താവ് മത്സരത്തിനായി കടന്നു പോയിരിക്കുന്ന സമുദ്ര ആഴം, കരികൾ, കമ്പനി, ഫാക്ടറി, ജോലിക്ക് തീരദേശവാസികൾ, കടലോരവാസികളെ അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. വലിയ കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്,
എല്ലാ ട്രാൻസ്പോർട്ട് സർവീസിനെയും എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും സഹകരണ മേഖല, പൊതുമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖല, എല്ലാ തൊഴിൽ മേഖലയായിരിക്കും ജനത്തിനായി പ്രതിപക്ഷ പാർട്ടികളും മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, രാജ്യത്തെ മാധ്യമ മീഡിയ രംഗങ്ങൾ കിടക്കുന്നവർ കർത്താവിന്റെ സ്തോത്രം ശൈശവത്തിൽ ബാല്യക്കുമായി യുവനത്തിൽ തടവറയിലായിരിക്കുന്നവർക്കായി നിരീശ്വരവാദി, യുക്തിവാദികളും ദൈവമില്ല എന്ന് പറഞ്ഞ മൂടന്മാരടക്കമുള്ളവരെ, ആസ്തികവാദം നിൽക്കുന്നവരെ എല്ലാം ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം കൊടുക്കണം കർത്താവി. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിനും ബന്ധനും മഹാവ്യാധിയാൽ കടത്തല ഞെരുക്കങ്ങൾ കടന്നു പോകുന്നവരുടെ മേലെല്ലാം ഒരു ദൈവ സാന്നിധ്യം അയക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ. മദ്യത്തിന് മയക്കുന്ന മനസ്സിലകരിപ്പം അടിപ്പെട്ടവരും നിരീശ്വരവാദികളും യുക്തിവാദികളും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവം സന്ദർശിക്കണം, മാനസാന്തരം കൊടുക്കണമേ. അവർ കർത്താവി ഒരുപാട് പുസ്തകങ്ങൾ ചവറുപോലെ ഉണ്ടാക്കി മനുഷ്യനെ തെറ്റായ രീതിയിലേക്ക് പറഞ്ഞ് ലഭിക്കുന്ന ദുരുപദേശന്മാരെ, ദുരുപദേശ സംഘടനകളെ ഒക്കെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഒരു മാനസാന്തരം കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ ജനത്തിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. അവരുടെ ആത്മാവിൽ കർത്താവിയ ദൈവത്തിന് വരണം ഒരു അഗ്നിപോലെ കത്തട്ടെ. പരിശുദ്ധന്മാരുടെ അഗ്നിയോട് വെളിപ്പെടട്ടെ. വചനത്തിന്റെ വെളിപ്പാടുകൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. വിദേശരാജ്യം കടന്നു ജോലി ചെയ്യുന്നവർ നാടിടിയ കഷ്ടസഹ്യ വേദന ലഭിക്കുക, മണ്ണാരതി വേദനയില്ല, നാട്ടിലേക്ക് കടന്നു കഴിയാതെ, സാലറി കിട്ടാതെ, ജോലി നഷ്ടപ്പെട്ട്, വിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, ജയിലിൽ കിടക്കുന്നവർ, മദ്യത്തിന് ലഹരി അടിപ്പെട്ട വിദേശ ജോലിക്കാരിൽ പീഡനയും സൗകര്യമാർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. പഠിക്കാൻ പോയിരിക്കും കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ആരും പാപത്തിൽ വീണ് ദുരുപദേശങ്ങൾ വിട്ടുപോകാതെ, ദുരുപദേശത്തിനകത്ത് അകപ്പെട്ടു പോകാതെ, സാത്താനി ഗ്രൂപ്പിൽ, സാത്താനി ബന്ധനത്തിലും കൾട്ടുകളിൽ പിന്നാലെ ജനം കടന്നുപോയി നഷ്ടപ്പെട്ടു പോകാതെ ജനകർത്താവ് യേശുവിൽ വിശ്വസിച്ച് മുന്നേറുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.